കർത്താവെ ഞാൻ ഭർത്താവില്ലാതാറു പറ്റൂ, ആ കർത്താവിന്റെ കൃപ കൊണ്ടാടാറും ചത്തു. സൈമൺ വന്നിട്ട് ഏറെ നേരമായോ? ഇപ്പൊ ഇങ്ങോട്ട് എത്തതേ ഉള്ളൂ. കൊച്ചമ്മ കാച്ചെണ്ണയും സാരിയും ബ്ലൗസും കടുമാങ്ങയും ഒക്കെ തന്നെ അയച്ചിട്ടുണ്ട്. ട്രെയിനിലിരിക്കാൻ സ്ഥലം കിട്ടിയോ? കർത്താവിന്റെ കൃപ കൊണ്ട് 1 ഇഞ്ച് സ്ഥലം പോലും കിട്ടി. പിന്നെ നമ്മുടെ മേടയിലെ രാജേന്ദ്രൻ കുഞ്ഞിന്റെ കാരുണ്യം കൊണ്ട് ഒരു പാതി ചന്തി സീറ്റിലോട്ടൊന്ന് ഉറപ്പിക്കാൻ സാധിച്ചു. ആരാടി ഈ രാജേന്ദ്രൻ കുഞ്ഞ്? നമ്മുടെ സുരേന്ദ്രന്റെ ചേട്ടൻ. ഞങ്ങൾ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുഞ്ഞെ, ആ പെട്ടി എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ചാട്ടെ. ഒരു ചെറിയ നാറ്റം കടുമാങ്ങ എങ്ങാനും കവന്ന് കാണുമോ എന്തോ. മധുരമുള്ളതൊന്നും തന്നയച്ചില്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് ശ്രീദേവി കുഞ്ഞിന് എരിയും പുളിയും ഒക്കെയാണ് ഇഷ്ടം. നീ എന്ന് മുതലാടി പാന്റ് ഷർട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അയ്യോ, പെട്ടി മാറിപ്പോയെന്നാ തോന്നുന്നത്. കർത്താവിന്റെ കൃപ. ഏതെ പെട്ടി മാറിപ്പോയതാ? അയ്യോ അതല്ല, ഈ പെട്ടി രാജേന്ദ്രൻ കുഞ്ഞിന്റെ പെട്ടിയാണെന്നാ തോന്നുന്നത്. ആ പെട്ടിയും ഈ പെട്ടിയും കണ്ടാ ഒരുപോലെ ഇരിക്കും. രണ്ടും തമ്മിൽ കണ്ടാ തിരിച്ചറിയല്ല. കർത്താവെ, ഞാൻ അതല്ല ആലോചിക്കുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആ ബാർബർ പപ്പനാവനും ഉണ്ടായിരുന്നു. അവന്റെ പെട്ടിയെങ്ങാനും കട്ടകാലത്തിന് മാറി എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ ശ്രീദേവി കുഞ്ഞിനൊരു ബാർബർ ഷാപ്പ് താമസിയാതെ തുടങ്ങാമായിരുന്നു. ശ്രീദേവി, ഇത് സുരേന്ദ്രന്റെ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഞാനും അതാണ് ആലോചിക്കുന്നത്. അറിഞ്ഞോണ്ട് പറ്റിച്ചതായിരിക്കും. എങ്കിലും അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ചേട്ടനെ അനിയനെയും വെറുതെ വിട്ടൂടാ. കുഞ്ഞെ, ഇനി എനിക്കങ്ങ് പോകാമല്ലോ. രാജേന്ദ്രൻ കുഞ്ഞ് ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ മാറ്റി എടുത്തോണ്ടാ മതിയല്ലോ. ശരി, സൈമൺ പോയിക്കോളൂ. പഠിക്കാൻ വന്നിട്ട് നീ കാണാനിച്ച് നടക്കാനല്ലേ? എടാ, നീ നിനക്ക് എന്താ വിചാരിക്കുന്നത്? നിന്നെ നിലക്കിരുത്താൻ അച്ഛൻ വേണ്ട, നിന്റെ ചേട്ടനായി ഞാൻ മതി. അവന്റെ യൂണിയനും ഒരു ഇലക്ഷൻ എല്ലാം കൂടെ സമയം പഠിക്കണം. നിന്നെ കൊന്നുകളെയും പറഞ്ഞേക്കാം. എടാ, ഞാൻ കാളയെ പഠിച്ചിട്ടില്ല, ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ കാളയെ വളർത്തി നടക്കുന്ന എല്ലാ പെണ്ണിനും എനിക്ക് ഭംഗിയായി അറിയാം. നീ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്? ചേട്ടൻ എന്തായി പറയുന്നത്? ചേട്ടൻ എന്ത് പറ്റി? എടാ അനിയ, നീ പേടിച്ചു പോയല്ലേ? എടാ, ഇതൊക്കെ വെറും ഒരു ഫോഴ്സ് അല്ലേ? ചേട്ടൻ വല്ലപ്പോഴും കൂടി അനിയനെ ദേഷ്യപ്പെടണ്ടേ? അപ്പൊ എന്റെ ദേഷ്യം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ അഭിനയിച്ചു നോക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ ദഹിച്ചു പോയി. അനിയ, നീ ധൈര്യമായി ഇലക്ഷന് നിന്നോ. സന്തോഷം. എടാ, എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ നീയും 1-2 വർഷം തോറ്റാലും നമുക്കൊന്നും വരാനില്ല. ഒരു കാര്യത്തിലും നിന്റെ ആഗ്രഹം നടക്കാതിരിക്കരുത്. ഞാനൊരു മലങ്കൂസനായിപ്പോയി. പക്ഷേ നീയെങ്കിലും ജീവിതം നല്ലതുപോലെ ആസ്വദിക്കടാ അനിയ. എടാ അനിയ, നീ ഭയങ്കര നിൽക്കുകയാണോ? ഇലക്ഷൻ എന്നിട്ട് നീ ഇവിടെ നിന്നാൽ മതിയോ? ഒന്നിങ്ങോട്ട് വാടാ. ആ ബസ് സ്റ്റോപ്പിലെ ലഡ്ഡു അടിക്കുന്ന പോലെയല്ലേ പെമ്പിള്ളേർ ഒന്ന് നിൽക്കുന്നത്. ആ, നമുക്കൊന്ന് പോയി മുക്കി നോക്കാം. നീ എന്താ പൊട്ടങ്ങളി കളിക്കുന്നത്? നിന്റെ എതിർ സ്ഥാനാർത്ഥി ശ്രീദേവി ഉണ്ടല്ലോ, ഒറ്റ നോട്ടം കൊണ്ട് 10 വോട്ട് വീതം പിടിക്കുന്നത്. നമ്മുടെ പൂവാലന്മാർ ഈന്തപ്പെട്ട ഈറ്റ് പൊതിയുന്ന മാതിരിയല്ലേ അവളെ പിന്നാലെ കൂടിയിരിക്കുന്നത്. വിട്ടാ എന്റെ ചേട്ടനായിരിക്കുന്നത്. ഞങ്ങൾക്ക് ആള് മനസ്സിലായില്ല, ക്ഷമിക്കണം. സുരേന്ദ്ര, വേഗം പോകാം. പ്രാക്ടിക്കൽ ക്ലാസ്സിന് സമയമായി. എടാ, ചുവടയില്ല തവളയില്ല റെഡിയായി നമ്മളെയും കാത്തിരിക്കുക. പ്രാക്ടിക്കലിന് പോവാം. വാ ചേട്ടാ, ഞാൻ പ്രാക്ടിക്കൽ ചെയ്തിട്ട് വരാം. വേണ്ടടാ, നേരെ ആ ലഡ്ഡു അടിച്ചു വെച്ച സ്ഥലത്തേക്ക് ചെല്ല്. താമസാലേ ഉറുമ്പടിച്ചോണ്ട് പോകും. ചെല്ല്. ചെടിയുടെ പടം നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ. നിങ്ങളാണോ സുരേന്ദ്രന്റെ ചേട്ടൻ? എന്താ കാര്യം? നിങ്ങളും സുരേന്ദ്രനും സഹോദരന്മാരാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയല്ലേ ശ്രീദേവിയുടെ പെട്ടി എടുത്ത് മാറ്റിയത്? ഏത് ശ്രീദേവി? ഏത് പെട്ടി? ഏത് പെട്ടിയെന്നോ? ആയിരിക്കുന്ന പെട്ടി തന്നെ. ശ്രീദേവിക്ക് അവളുടെ അമ്മ കൊടുത്തയച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ തല്ലിപ്പൊടി പെട്ടി മാറ്റി വെച്ചിട്ട് ഈ പെട്ടി ഇങ്ങനെ മോട്ടിച്ചോണ്ട് വന്നു. നിർത്ത്. സ്പീഡ് പറഞ്ഞ് കയറാതെ. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ പെട്ടി തല്ലിപ്പൊളി പെട്ടി എന്നോ? ഒരേ നീളം, ഒരേ വീതി, ഒരേ പൊക്കം, ഒരേ ലെതർ, ഒരേ വില. പെട്ടി മാറിപ്പോ ഞാൻ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ആ പെട്ടി ഇങ്ങ് തരണം, അല്ലെങ്കിലേ കാര്യം അല്പം വഷളാവും. എനിക്കൊരു സംശയം, ഈ ഉരുട്ടറിയാവോ? അല്ല, ഭാവം കണ്ടിട്ട് ഒരു ലേഡി സബ് ഇൻസ്പെക്ടർ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. കുഞ്ഞെ, ഈ ആണുങ്ങളോടൊക്കെ കുറച്ച് മയത്തിൽ പെരുമാറണം കേട്ടോ. എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും എനിക്ക് പുച്ഛമാണ്. എന്നാൽ ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് യാതൊരു പുച്ഛവും തോന്നുന്നില്ല. ലേശം സ്നേഹമാണ് തോന്നുന്നത്. അനാവശ്യം പറയരുത്. അയ്യോ, സ്നേഹം അനാവശ്യമല്ല, ആവശ്യമാണ്. ഓ, സ്നേഹമെന്ന് കേട്ടപ്പോ പെങ്ങൾ പ്രേമമെന്ന് തെറ്റിദ്ധരിച്ചു കാണും. ഞാൻ ഒരിക്കലും എറിയുന്ന പശുവിനെ വിലയ്ക്ക് വാങ്ങാറില്ല. നിങ്ങൾ ആ പെട്ടി തരുന്നുണ്ടോ ഇല്ലേ? പെട്ടിയുടെ ഉടമസ്ഥമെന്ന് ചോദിക്കട്ടെ, പെട്ടി കൊടുക്കാം. വാടി പോവാ.
ഇയാൾ മഹാഹങ്കാരിയാ. പെങ്ങൾ ചൂടാകാതെ പോയിട്ട് കഥാനായിക അങ്ങോട്ടേക്ക്. സുരേന്ദ്രൻ, നിങ്ങൾ കുടുംബത്തോടെ പോരന്മാരല്ലേ? അനാവശ്യം പറയാതെ അടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. അതാണ് നിങ്ങളുടെ സംസ്കാരമെന്ന് നിങ്ങളുടെ ചേട്ടനെ കണ്ടപ്പോഴേ മനസ്സിലായി. ശ്രീദേവിയെ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടി അവളുടെ വേലക്കാരൻ കൊണ്ടുവന്ന പെട്ടി നിങ്ങൾ തട്ടിയെടുത്തു. എന്റെ ചേട്ടൻ എന്റെ ദൈവമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ അക്ഷരം പറഞ്ഞാൽ സഹിക്കില്ല. പറഞ്ഞേക്കാം. നിങ്ങൾ അത്രയ്ക്ക് വലിയ മര്യാദക്കാരനാണെങ്കിൽ ഞങ്ങളുടെ പെട്ടി എടുത്തു തരണം മിസ്റ്റർ. ഞങ്ങളുടെ വെട്ടിയോ? ശ്രീദേവിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു മോളും കൂടെ ഉള്ള വിവരം ഇപ്പോഴാണല്ലേ ഞാൻ അറിയുന്നത്. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പെട്ടി മേടിക്കാവോ ഞാനും നോക്കട്ടെ. ഇതാ നിങ്ങളുടെ പെട്ടി. ശ്രീദേവിയുടെ പെട്ടി തരൂ. അല്ല, നിങ്ങൾ പിന്നെയും വന്നോ? ശ്രീദേവിയല്ലേ പെട്ടിയുടെ ഉടമസ്ഥ? അപ്പൊ ശ്രീദേവി ചോദിക്കട്ടെ. പെട്ടി തരൂ. ന്യായമായ ചോദ്യം. ഇതാ പെട്ടി. എന്തിനാ ശ്രീദേവി എന്റെ അനുജനോട് മത്സരിക്കുന്നത്? അതിനുള്ള പ്രതികാരമാണോ ഈ ചെയ്തത്? പെട്ടി മാറ്റവും നിങ്ങളുടെ കോളേജ് വഴക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയായാലും നമ്മൾ അയൽവാസികളല്ലേ. കുടുംബ വഴക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്നതല്ലേ. നീ വാടി. ഇനി നിങ്ങൾ ഇയാൾ പ്രസംഗിച്ചു കളയും. വാ. ചേട്ടാ, ശ്രീദേവി വന്ന് പെട്ടി കൊണ്ടുവരാം. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അപ്പൊ ഞാൻ ഉടനെ ഇറങ്ങുകയാണ്. ഇപ്പോഴേ പോയെങ്കിലും ഒടുവിലത്തെ വണ്ടിയെങ്കിലും കിട്ടുകയുള്ളൂ. നാളെ പോയാ പോരെ ചേട്ടാ? പോരാ, രാവിലെ പാടത്തിറങ്ങാനുള്ളതാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നീ ആരോഗ്യമെല്ലാം സൂക്ഷിച്ചോണം. ഇലക്ഷൻ എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി നടക്കുകയൊന്നും ചെയ്യരുത്. ശരി. അതെ.